മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 88/2025 വിമൻ കോൺസ്റ്റബിൾ എക്സാമിനേഷനകത്ത് മാത്തമാറ്റിക്സ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 3/8 ദശാംശ രൂപം എന്ത്? 3/8 ദശാംശ രൂപം എന്ത്? 3/8 ദശാംശ രൂപം കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരു സംഖ്യയുടെ ദശാംശ രൂപം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക? 10ന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റുക. 8നെ 10 ആക്കാൻ പറ്റില്ല, 8നെ 100 ആക്കാനും പാടാണ്. അപ്പൊ 8നെ എളുപ്പമാക്കാൻ പറ്റുന്ന 1000 ആണ്. അപ്പൊ 8നെ 125 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്താൽ 125 × 3 375 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. സോ ഡെസിമൽ പ്ലേസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ 0.375. കാരണം ഡിവൈഡ് ബൈ 1000 ആയതുകൊണ്ട് 3 ഡെസിമൽ പ്ലേസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. 5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് സാധാരണ പലിശയായി 200 രൂപ ലഭിച്ചു. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? സോ 2 വർഷത്തേക്ക് 5% നിരക്കിൽ സാധാരണ പലിശ 200 രൂപ കിട്ടി. അപ്പൊ അതെന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് പലിശ കിട്ടിയ തുക എന്ന് പറയുന്നത്. എത്ര കിട്ടി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? സോ ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അറിയില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5/100 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 5. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 5. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2. 5 അല്ല, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2, വിച്ച് ഈസ് ഈക്വൽ ടു 1, വിച്ച് ഈസ് ഈക്വൽ ടു 200. അങ്ങനെയാണെങ്കിൽ 5 × 2 10, 1 0 0 ക്യാൻസൽ ആയി പോയി. ഫോർ പ്രിൻസിപ്പൽ ഈക്വൽ ടു 2000 × 100, സോ 200 × 100 2000 എന്ന് കിട്ടും. 200 × 100 2000 എന്ന് കിട്ടും. അതേ തുകയ്ക്ക് കിട്ടുന്ന കൂട്ടുപലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. കൂട്ടുപലിശ കണ്ടുപിടിക്കാനായിട്ട് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 റേസ് ടു n. സോ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 2000 രൂപ ഇൻറ്റു 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5/100 റേസ് ടു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. സോ ഇതിനെ ക്രോസ് ചെയ്താൽ 100 + 5 105/100 എന്ന് കിട്ടും. അപ്പൊ എന്തെഴുതാം? 2000 ഇൻറ്റു 105 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 105 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാനായിട്ട് പറ്റും. ഈ 105/100നെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 21/20, വീണ്ടും 21/20 എന്ന് കിട്ടും. ഈ 2 0 ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. 2ഉം 20 ക്യാൻസൽ ചെയ്താൽ നമുക്ക് 10 കിട്ടും. 10നെ 2നെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 5 കിട്ടും. സെഫർ എന്ത് കിട്ടി? 21 × 21 441, 441 × 5 2205. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും 4:3 എന്ന അംശബന്ധത്തിലാണ്. 10 ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ 3:1 എന്ന അംശബന്ധത്തിലായി. ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ട്? ഇത് ചെയ്യാനായിട്ട് എളുപ്പം ഓപ്ഷൻസിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ഉള്ള ആസിഡിന്റെയും വെള്ളത്തിന്റെയും അളവിനെ 10 ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ 3:1. ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡ് ഉണ്ട്? എത്ര ലിറ്റർ ആസിഡ് ഉണ്ടെന്ന് 10 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആസിഡിന്റെ അളവെന്ന് പറയുന്നത് 10ഓ അതിലധികമോ ആയിരിക്കണം. കറക്റ്റാ? കാരണം 10 ലിറ്റർ ആസിഡ് ഒഴിച്ചപ്പോൾ കിട്ടിയ റേഷ്യോയുടെ 3:1. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിനകത്ത് ആസിഡിന്റെ അളവ് മിനിമം 10ഓ അതിൽ കൂടുതലോ ആയിരിക്കണം. കറക്റ്റാ? മിനിമം 10 വരെ ഒരിക്കലും വേണം. കാരണം 4:3 ഇനീഷ്യലി ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഒരിക്കലും വരത്തില്ല. ഈ രണ്ടെണ്ണം നോക്കുക. ഓപ്ഷൻ സിയിൽ നോക്കിയാൽ ഇപ്പം ഉള്ളത് 12ഉം 3ഉം ആണ് എങ്കിൽ 10 ലിറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് അപ്പൊ ആസിഡിന്റെ അളവ് 10 ലിറ്റർ കുറച്ചാൽ 2:3 എന്ന് വരും. അപ്പൊ അത് ഇനിഷ്യൽ റേഷ്യോ കിട്ടുമോ? ഇല്ല. അപ്പൊ ഈ ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. 18:6 എടുത്താൽ 18ഉം 6ഉം എടുത്താൽ കറക്റ്റാണ്. 3:1 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? 10 ലിറ്റർ പുറകോട്ട് പോവുക. 10 ലിറ്റർ പുറകോട്ട് പോകുമ്പോൾ 8 ലിറ്റർ ആസിഡും 6 ലിറ്റർ വെള്ളവും വരും. കറക്റ്റ്? 10 ലിറ്റർ ആസിഡിനെ പുറകോട്ട് കുറച്ച് 18 × 10 പോയാൽ 8:6, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 4:3. 4:3 ഓപ്ഷൻ എ എന്ന് കിട്ടും. സോ ബേസിക്കലി ഇപ്പോൾ ഉള്ള റേഷ്യോ 3:1 അല്ല. 3:1 നിലനിൽക്കുന്നുണ്ട്. 6:8 3:1 അല്ല. 3:12 3:1 അല്ല. കാരണം 6:8 എന്ന് പറയുന്ന 1:3 റേഷ്യോ ആണ്. 3:12 എന്ന് പറയുന്ന 1:4 റേഷ്യോ ആണ്. 12:3 എന്ന് പറയുന്ന 4:1 റേഷ്യോ ആണ്. അപ്പൊ ഒരു കാരണവശാലും ഇതൊന്നും ഓപ്ഷനായി വരത്തില്ല. ഓപ്ഷൻ എ ഒന്ന് സോൾവ് ചെയ്യാൻ തന്നെ ഓപ്ഷൻ എ ആണ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓപ്ഷൻസിൽ നിന്ന് ബിയും ഡിയും എങ്ങനെ കട്ട് ചെയ്യാം? 10 ലിറ്റർ ഒഴിച്ച് കഴിയുമ്പോൾ അളവെന്ന് പറയുന്നത് 10ലും 10ലും മണ്ടയിലായിരിക്കണം. അതുകൊണ്ട് ബിയും ഡിയും കട്ട് ചെയ്തിട്ട് ബാക്കി 2 ഓപ്ഷൻസ് ഇതെടുക്കാം. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഫൈനൽ റേഷ്യോ 3:1 ആണ്. അപ്പൊ ഏതൊക്കെ തന്നിരിക്കുന്ന ആസിഡിന്റെ വെള്ളത്തിന്റെ അളവ് 3:1 റേഷ്യോ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ക്ലിയർ? അപ്പുവിന്റെ അമ്മയുടെ പ്രായം
അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. അതായത് അപ്പുവിന്റെ പ്രായം ഇപ്പോൾ എക്സ് ആണെങ്കിൽ അമ്മയുടെ പ്രായം 9x ആണ്. 9 വർഷം കഴിയുമ്പോൾ അപ്പുവിന്റെ പ്രായം x+9 ആവും, അമ്മയുടെ പ്രായം 9x+9 ആവും. എന്നാൽ അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? സോ അങ്ങനെയാണെങ്കിൽ 9 വർഷം കഴിഞ്ഞിട്ടാണ്. 9 വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ അപ്പുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങ്, 3 മടങ്ങ് x+9 × 3 ആണ് അമ്മയുടെ അപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത്. സോ 3x + 27 = 9x+9 എന്ന് കിട്ടും. സോ എക്സ് ഉള്ള ടൈമിന് ഇപ്പുറത്തോട്ട് എടുത്താൽ 9x - 3x = 6x, 27 - 9 18 എന്ന് കിട്ടും. therefore x = 3. അപ്പൊ എന്താണ് എക്സിന്റെ വാല്യൂ 3. എക്സ് ആയിട്ട് എടുത്ത എന്താ? അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം. ഓപ്ഷൻ ബി 3. കോണുകളുടെ തുക 8100 ആയ ബഹുഭുജനത്തിന് എത്ര വശങ്ങളുണ്ട്? സോ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ എന്ന് പറയുന്നത് n - 2 × 180 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8100. ഒരു പൂജ്യം വെട്ടിക്കളയാനായിട്ട് പറ്റും. therefore 810 ഡിവൈഡ് ബൈ 18. 810നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 4 72 90 18 5 90. സോ 45. n - 2 എന്ന് പറയുന്നത് 45 എന്ന് കിട്ടും. therefore n = 45 + 2 47. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരു സമഭുജത്തിന്റെ വികരണത്തിന്റെ നീളം വശത്തിന്റെ നീളത്തിന്റെ എത്ര മടങ്ങാണ്? വികരണം മീൻസ് ഡയഗണൽ. ഒരു സ്ക്വയർ ആണ്. ഒരു സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം ഈ സൈഡ് എയും ആണെങ്കിൽ ഇതാണ് അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത്. സോ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഡയഗണലിന്റെ നീളം എന്ന് പറയുന്നത് √(a² + altitude². ഇപ്പൊ എന്ത് കിട്ടും? √(a² + a² എന്ന് കിട്ടും. √2a² എന്ന് കിട്ടും. a² a വെളിയിലെടുത്താൽ a√2 എന്ന് കിട്ടും. സോ √2a. അപ്പൊ എന്താണ്? ഒരു വശത്തിന്റെ നീളത്തിന്റെ √2 ടൈംസ് ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരു ക്ലോക്കിലെ സമയം 10:30 ആണെങ്കിൽ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ്. മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കണ്ടുപിടിക്കാൻ θ = (11/2 m - 30 × h) എന്ന് എടുക്കാനായിട്ട് പറ്റും. m എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡിൽ കാണിക്കുന്ന സമയം, h എന്ന് പറയുന്നത് അവർ ഹാൻഡ് കാണിക്കുന്ന സമയം. therefore θ = (11/2 × മിനിറ്റ് ഹാൻഡിൽ 30 - 30 × h) അവർ ഹാൻഡിൽ 10 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 30നെ 2 ക്യാൻസൽ ചെയ്താൽ 15 കിട്ടും. 15 × 11. സോ 15 × 11 എന്ന് പറയുമ്പോൾ 165 എന്ന് കിട്ടും. സോ (165) 30 × 10 300 എന്ന് കിട്ടും. 300-ൽ നിന്ന് 165 കുറച്ചാൽ, കാരണം മോഡുലസ് ആയതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവും പ്രശ്നമില്ല. 300-ൽ നിന്ന് 165 കുറച്ചാൽ 135 എന്ന് കിട്ടും. സോ കോണളവ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി 135 ആയിരിക്കും. 0.25 ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.25 കിട്ടുക? അതായത് 0.25 ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ് ആണ് 0.25 കിട്ടുക. അതായത് എക്സ് എന്ന് പറയുന്നത് 0.25 ഡിവൈഡ് ബൈ 0.25 ആയിരിക്കും. കറക്റ്റാ? 0.25 ഡിവൈഡ് ബൈ 0.25 ആയിരിക്കും. 25 ആയിരിക്കും. a⁻x ഡിവൈഡഡ് ബൈ a⁻y എന്ന് പറഞ്ഞാൽ a⁻x - y ആണ്. a⁻x - y. അപ്പൊ ഇതിനെന്ത് എഴുതാം? 0.25 അല്ലെങ്കിൽ നമുക്ക് ഇതിനോട് വെട്ടിക്കളയണേ. 0.25 - 6 അതായത് 0.25 - 2 എന്ന് കിട്ടും. സോ നമുക്കത് 0.25 - 2 എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് 1/0.25 എന്ന് കിട്ടും. 1/0.25 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 1/0.25 എന്ന് പറയുന്നത് 0.25നെ 25/100 × 25/100 എന്ന് എഴുതാം. 25/100 എന്ന് പറഞ്ഞാൽ 4, 25/100 എന്ന് പറഞ്ഞാൽ 4, 4 × 4 എന്ന് പറയുമ്പോൾ 16. 1 ഡിവൈഡഡ് ബൈ എന്താ സംഭവിക്കുന്നത്? 1 ഡിവൈഡഡ് ബൈ 1/16. അപ്പൊ 16 നാളെ മോളിൽ പോകും. സോ 16 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 3നും 81നും ഇടയിൽ 2 സംഖ്യകൾ ചേർക്കുക. അങ്ങനെ ചേർക്കുന്ന ക്രമം ഒരു സമഗുണിത ശ്രേണിയാണ് എങ്കിൽ ആ 2 സംഖ്യകൾ ഏവ? 3, 2 സംഖ്യകൾ 81. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജോമെട്രിക് പ്രോഗ്രഷനിലെ ഒന്നാമത്തെ ടൈം ആയിട്ട് 3നെ അസ്യൂം ചെയ്താൽ, നാലാമത്തെ ടൈം എന്ന് പറയുന്നത് 81 ആയിരിക്കും. ഒരു ജോമെട്രിക് പ്രോഗ്രഷനിൽ ഏതൊരു ടൈം എന്ന് പറയുന്നത് a⁻n - 1 ആണ്. അപ്പൊ നാലാമത്തെ ടൈം എന്ന് പറയുന്നത് ar⁻3, നത്തിങ് ബട്ട് 3r⁻3. 3r⁻3 എന്ന് പറയുന്നത് 81 എന്ന് കിട്ടിയാൽ 3 81 വെട്ടിയാൽ 27 കിട്ടും. r⁻3 എന്ന് പറയുന്നത് 27, നത്തിങ് ബട്ട് 3⁻3. അപ്പൊ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത്
3 എന്ന് കിട്ടും. അപ്പം ജോമെട്രിക് പ്രോഗ്രഷനിൽ 6 എന്തുവാണ്? ആദ്യത്തെ ടേമിനോട് കൂടി 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രണ്ടാമത്തെ കിട്ടും. 3 × 3 9, 9 × 3 27. അപ്പോൾ അടുത്ത രണ്ട് ടേമുകൾ എന്ന് പറയുന്നത് 9 27 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 9 27 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ ടേമിൽ നിന്ന് ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടേം കിട്ടും. അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മൂന്നാമത്തെ ടേമും കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കും. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ശരാശരി 30 കിലോമീറ്റർ മണിക്കൂർ വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ 20 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. എന്നാൽ മുഴുവൻ യാത്രയുടെ ശരാശരി വേഗം എത്രയാണ്? സോ ഫസ്റ്റ് ട്രാവൽ 120 കിലോമീറ്റർ 30 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണെങ്കിൽ സമയം എന്ന് പറയുന്നത് 120 ഡിവൈഡ് ബൈ 30 4 മണിക്കൂർ ആയിരിക്കും. രണ്ടാമത്തെ 120 കിലോമീറ്റർ 20 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണെങ്കിൽ സമയം എന്ന് പറയുന്നത് 6 മണിക്കൂർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ശരാശരി വേഗം എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 210 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം 240. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 4 + 6 10. സോ ഇത് രണ്ട് ക്യാൻസൽ ആയിപ്പോൾ 24 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. കാരണം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഡിസ്റ്റൻസിൽ നിന്നും സ്പീഡിൽ നിന്നും ടൈം കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ഡിസ്റ്റൻസിൽ സ്പീഡിൽ നിന്ന് ടൈം കണ്ടുപിടിക്കാം. രണ്ട് ടൈം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ ടൈം കിട്ടി. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് എന്ന് കിട്ടി. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് റണ്ണിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.